അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലേക്ക് ഈ വർഷം പുതുതായി ഇറങ്ങിയ ദുറൂസുൽ ഇസ്ലാമിലെ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. ശരി തിരഞ്ഞെടുക്കുക. 1. അവതരിച്ച അതേ രൂപത്തിൽ നിലനിൽക്കുന്നു. തൗറാത്ത്, ഇഞ്ചീൽ, ഖുർആൻ. ഖുർആനാണ് ശരി ഉത്തരം. 2. രാത്രി ഉറങ്ങാതെ പ്രജാ സേവനത്തിൽ മുഴുകി. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ശരി ഉത്തരം. 3. ഖദീജ ബീവിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് 25, 35, 40. 25 ആണ് ശരി ഉത്തരം. 4. അള്ളാഹുവാണ് സത്യം, ജ്യോത്സ്യനല്ല. ജ്യോത്സ്യന്മാരെ നാം കണ്ടിട്ടുണ്ട്. ആര് പറഞ്ഞു? ഉത്ബ, ഉഖബ, വലീദ്. വലീദാണ് പറഞ്ഞത്. 5. വിജ്ഞാനങ്ങളുടെ അടിസ്ഥാന സ്രോതസ്സാണ് ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ്. ഖുർആനാണ് ശരിയുത്തരം. 6. ബദർ നടന്ന ഹിജ്റ വർഷം 2, 1, 3. 2 ആണ് ശരിയുത്തരം. 7. മക്ക വിജയം നടന്ന ഹിജ്റ വർഷം 10, 11, 8. 8 ആണ് ശരിയുത്തരം. പൂരിപ്പിക്കുക. 1. ഖുർആൻ വചനങ്ങൾക്ക് വല്ലാത്ത ഡാഷ് ചാതുര്യവുമുണ്ട്, മാധുര്യവും ചാതുര്യവുമുണ്ട്. 2. ഖുർആൻ മികച്ചു നിൽക്കും, അതിനെ ഡാഷ് മറ്റൊന്നിനും കഴിയില്ല, അതിനെ അതിജയിക്കാൻ മറ്റൊന്നിനും കഴിയില്ല. 3. നുബുവത്തിൻ്റെ ഡാഷ് വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി, നുബുവത്തിൻ്റെ 14ാം വർഷം. 4. അക്കാലത്തെ ജനവാസ മേഖലയുടെ ഡാഷിലാണ് മക്കയുടെ സ്ഥാനം, മധ്യത്തിലാണ് മക്കയുടെ സ്ഥാനം. 5. അള്ളാഹു ഡാഷ് ജനകനോ അല്ല, ജാതനോ ജനകനോ അല്ല. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. മദീനയുടെ പഴയ പേര് എന്ത്? യസ്രിബ്. 2. ബദറിൽ മുസ്ലിങ്ങളുടെ എണ്ണം 300-ൽ പരം. 3. ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ച ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഖുർആൻ ക്രോഡീകരണം നടന്ന വർഷം ഹിജ്റ 12. 5. ഖുർആൻ പകർപ്പുകൾ എടുത്ത ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 6. ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകൾ എത്ര? 3. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഖുറൈശികൾ ഒരുമിച്ചുകൂടി എവിടെ? ദാറുൻ നദ്വയിൽ. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയ്യ് എഴുത്തുകാർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. 2. ഹുദൈബിയ കരാർ കൊണ്ടുണ്ടായ ഗുണം എന്ത്? ഇസ്ലാമിനെ പഠിക്കാൻ ശത്രുക്കൾക്ക് അവസരം നൽകി, ഇസ്ലാമിക പ്രചരണത്തിന് ആക്കം കൂട്ടി. 3. ആദ്യകാലങ്ങളിൽ ഖുർആൻ എഴുതിയത് എന്തിലെല്ലാം? കല്ല്, ഈത്തപ്പനയോല, മടൽ, തുകൽ, എല്ല്. 4. ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ ഏതെല്ലാം? തജ്വീദുൽ ഖുർആൻ, ഉലൂമുൽ ഖുർആൻ, തഫ്സീറുൽ ഖുർആൻ. 5. തജ്വീദുൽ ഖുർആൻ എന്നാൽ എന്ത്? ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന വിജ്ഞാന ശാഖയാണ്. 6. തഫ്സീറുൽ ഖുർആൻ എന്നാൽ എന്ത്? ഖുർആനിൻ്റെ വ്യാഖ്യാന ശാസ്ത്രമാണ്. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ വിളിച്ച പേര് എന്തെല്ലാം? അൽ അമീൻ, അസ്വാദിഖ്. ഉത്തരം എഴുതുക. 1. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ സ്രോതസ്സുകൾ എന്തൊക്കെ? ഖുർആൻ, പ്രവാചക വചനങ്ങൾ, സ്വീകാര്യരും സത്യസന്ധരുമായ ആളുകളിലൂടെ കൈമാറിക്കിട്ടിയ രേഖകൾ. 2. മാനവികതയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? തൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മനുഷ്യർ സുരക്ഷിതരായാൽ മാത്രമേ സമ്പൂർണ്ണ മുസ്ലിമാകൂ. 3. പ്രശസ്ത തജ്വീദുൽ ഖുർആൻ ഗ്രന്ഥം ഏത്? ത്വയ്യിബത്തുൻ നശ്ർ ഫിൽ ഖിറാഅത്തിൽ അശ്ർ. 4. ഉലൂമുൽ ഖുർആൻ എന്നാൽ എന്ത്?
പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണക്രമം, മക്കിയെ മദിനിയെ വിഭജനം, അവതരണക്രമങ്ങൾ, അമാനുഷികത, റസ്മുൽ ഖുർആൻ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ്. 5. നബിയെക്കുറിച്ച് വലീദും സംഘവും പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? എഴുത്തിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. വലീദും സംഘവും പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? പിതാവിനും മക്കൾക്കുമിടയിലും ജ്യേഷ്ഠനും അനുജനുമിടയിലും പിളർപ്പുണ്ടാക്കുവാൻ വന്ന ജാലവിദ്യക്കാരനാണെന്ന് പറയുന്നതാണ് തൽക്കാലം നല്ലത്. സാരമെഴുതുക. അഅത്തുൽ അജീറ അജറഹു ഖബ്ല അൻ യജിഫ അറഖഹു. വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് വേതനം നൽകുക. ഇൻ ഖാമത്ത് അല അഹദിക്കുമുൽ ഖിയാമത്തു വഫി യദിഹാ ഫലീസത്തുൻ ഫൽയഗ്രിസ്ഹ. അന്ത്യദിനം വന്നാൽ പോലും തൻ്റെ കയ്യിലുള്ള വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കണം. മുഹമ്മദുൻ സയ്യിദുൽ അഅറാബി വൽ അജമി. അറബികളുടെയും അനറബികളുടെയും നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൻ്റെ പുറമെ 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക എന്ന സ്ഥലത്ത് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉസ്താദ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ സാധാ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ചിലപ്പോൾ കണ്ടോളണമെന്നില്ല. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക എന്ന സ്ഥലത്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉസ്താദ് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഉത്ബ എന്നാണ്, ഉത്ബത്ത് ബിൻ റബീഅ പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അനുനയിപ്പിക്കാൻ പോയതായിരുന്നു ഉത്ബ. നബിയോട് പറഞ്ഞു, സമ്പത്തോ നേതൃത്വമോ സ്ത്രീയോ എന്തു വേണമെങ്കിലും നൽകാം, രോഗമാണെങ്കിൽ ചികിത്സിക്കാം. ഇതെല്ലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് ഫുസ്സിലത്തിലെ ആദ്യ സൂക്തങ്ങൾ ഓതിക്കൊടുത്തു. ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. ഇത് ഫുള്ള് ശ്രദ്ധിച്ച് കേട്ടപ്പോൾ ഉത്ബ ഖുറൈശികളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു വചനം കേട്ടു, അതിന് തുല്യമായ ഒരു വചനവും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അള്ളാഹുവാണ് സത്യം, ഇത് കവിതയല്ല, ഇത് മാരണമല്ല, ഇത് ജ്യോത്സ്യമല്ല. ഖുറൈശി സമൂഹമേ, എന്നെ അനുസരിക്കൂ. ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ വാദത്തെയും വെറുതെ വിടൂ. അള്ളാഹുവാണ് സത്യം. ഞാൻ കേട്ട ഈ വചനത്തിന് മഹോന്നതമായ ഒരു വൃത്താന്തമുണ്ട്. അവൻ്റെ ആ വചനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മതി, മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. അതല്ല, അവൻ അറബിയിൽ അതിജയിക്കുകയാണെങ്കിൽ അവൻ്റെ അധികാരമായിരിക്കും നിങ്ങളുടെ അധികാരം, അവൻ്റെ അന്തസ്സായിരിക്കും നിങ്ങളുടെ അന്തസ്സ്. നിങ്ങൾ അവൻ മുഖേന ജനങ്ങളിൽ ഏറ്റവും ഭാഗ്യവാന്മാരായിത്തീരും. അവർ പറഞ്ഞു, അബുൽ വലീദ്, അവൻ്റെ നാവുകൊണ്ട് നിന്നെ സിഹർ ചെയ്തിരിക്കുന്നു. ഉത്ബ പറഞ്ഞു, അവനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണിത്, നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് ചെയ്യാം. വർഷങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അതായത് ഉഹദ്, ഖന്തഖ്, ബദർ ഒക്കെ നടന്ന സംഭവം, അതുപോലെ തന്നെ ഹുദൈബിയ കരാർ നടന്നത്, മക്ക വിജയം നടന്ന വർഷങ്ങളൊക്കെ ഓർത്തു വെക്കണം. ബദർ നടന്നത് ഹിജ്റ 2-ാം വർഷമാണ്, ഉഹദ് 3-ാം വർഷമാണ്, ഖന്തഖ് 5-ാം വർഷമാണ്, ഹുദൈബിയ കരാർ നടക്കുന്നത് 6-ാം വർഷം, ഫതഹ് മക്ക നടക്കുന്നു, മക്ക വിജയം നടക്കുന്നത് 8-ാം വർഷമാണ്. വിശദീകരിച്ച് എഴുതാൻ പറ്റുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാന ശാഖകൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ എഴുതാൻ വരും. അപ്പോൾ തജ്വീദുൽ ഖുർആനും ഉലൂമുൽ ഖുർആനും തഫ്സീറുൽ ഖുർആനും എന്താണെന്നുള്ളത് വിശദീകരിച്ച് എഴുതിയാൽ മതി. അതുപോലെ തഫ്സീർ ഗ്രന്ഥങ്ങളെക്കുറിച്ച് എഴുതാൻ വന്നാൽ ജാമിഉൽ ബയാൻ അൻ തഅ്വീലി ആയിൽ ഖുർആൻ, തഫ്സീറുൽ കബീർ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, അൻവാർ തൻസീൽ വ അസ്റാറു തഅ്വീൽ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു, തഫ്സീറുൽ ജലാലീൻ ജലാലുദ്ദീൻ അൽ മഹല്ലി ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുമ. ഈ തഫ്സീറുകളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, അതൊക്കെ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ വിശദീകരിച്ച് എഴുതാൻ പറ്റുന്ന ഭാഗത്ത് ചിലപ്പം 2 ഇലാഹുണ്ടായാലുള്ള കുഴപ്പം, ആ ഫസ്റ്റ് പാഠത്തിലുള്ള ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ എഴുതി കൊടുക്കേണ്ടി വരും. 2 ഇലാഹുകളുണ്ടെങ്കിൽ ഒരാൾ പ്രപഞ്ചത്തെ പടക്കാൻ ഉദ്ദേശിക്കുകയും മറ്റേയാൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്തുവെങ്കിൽ എന്താണ് സംഭവിക്കുക? പ്രപഞ്ചം നിലവിൽ വരികയാണെങ്കിൽ വേണ്ടെന്ന് ഉദ്ദേശിച്ചവൻ ഇലാഹല്ലെന്ന് വ്യക്തം. പ്രപഞ്ചം നിലവിൽ വന്നിട്ടില്ലെങ്കിൽ വേണമെന്ന് ഉദ്ദേശിച്ചവൻ ഇലാഹല്ലെന്ന് വ്യക്തം. ഒരേ സമയം പ്രപഞ്ചം ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുകയില്ലല്ലോ.
അതുപോലെ തന്നെ 5 വരിയിൽ കുറയാതെ എഴുതേണ്ട സ്ഥലത്ത് ചിലപ്പോൾ ഹജ്ജത്തുൽ വദാഇലെ വിടവാങ്ങൽ പ്രസംഗം എഴുതേണ്ടി വരും. അതും ശ്രദ്ധിച്ച് നോക്കി വെക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയെക്കുറിച്ച് വരാൻ സാധ്യതയുണ്ട്, പാഠത്തിലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം, അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുക. ഇസ്ലാമിക ചരിത്രം ഊഹാപോഹങ്ങളോ ഐതിഹ്യങ്ങളോ അല്ല. ഖുർആൻ പ്രവാചക വചനങ്ങൾ സ്വീകാര്യരും സത്യസന്ധരുമായ ആളുകളിലൂടെ കൈമാറിക്കിട്ടിയ രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിരചിതമായ ചരിത്രമാണിത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.